ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളിതാ പോകുന്നത് വേറെ അങ്ങോട്ടല്ല, മീൻ കടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ഹോബിയാണ് മീനുകളെല്ലാം വാങ്ങില്ല. അങ്ങനെ പോണ വഴി ടെസ്ലയുടെ സൈബർ ട്രക്കെല്ലാം കണ്ടു. അങ്ങനെ നമ്മളിതാ എക്വേറിക്കയിൽ എത്തിയിട്ടോ. നമ്മുടെ സ്ഥിരം വരുന്നൊരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ വിമലിന് ഓഫുള്ള ദിവസമൊക്കെ ഇവിടെ വരലാണ് കേട്ടോ നമ്മുടെ മെയിൻ ഹോബി. അതിൻ്റെ അവിടെ നമ്മുടെ കടലിൻ്റെ അടിയത്തെ കുറേ ചെടികളും പിന്നെ നമ്മുടെ ഫൈൻഡിങ് നിമോത്ത് മീനും എല്ലാം നമ്മൾ കണ്ടു. ഇതിനെ നമുക്ക് അങ്ങനെ വളർത്താൻ പറ്റില്ല കേട്ടോ, ഉപ്പുവെള്ളത്തിൽ തന്നെ വളർത്താം. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാം. പിന്നെ ഈ കാണുന്ന മീനെ വാങ്ങാനാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് വന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മീനെല്ലാം വാങ്ങിയതിന് ശേഷം അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു. നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടുത്തെ മീനുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. നമ്മളൊരു മെയിലും ഫീമെയിലും വാങ്ങിച്ചത്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇന്ത്യൻ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും വിഷമമുണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ത്വര കൂടുതലാണ്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. വിമൽ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഫുഡായിരുന്നു കേട്ടോ അവിടെ കൂടുതൽ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. മട്ടൺ ബിരിയാണി ആയിരുന്നു കേട്ടോ വിമൽ ഓർഡർ ചെയ്തത്. അങ്ങനത്തെ അതെല്ലാം കുറച്ച് കഴിച്ചുള്ളൂ. ബാക്കി ടേക്ക് ഔട്ട് ചെയ്ത് നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വട്ടം തീ പിടിച്ച് കത്തിക്കരിഞ്ഞ സ്ഥലം. അങ്ങനെ അതെല്ലാം വീഡിയോ എടുത്ത് നമ്മളിതാ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.